ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞതിന് പ്രകാരം 2-3 ദിവസത്തെ ഗ്യാപ്പിന് ഇട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല അല്ലേ? സോറി ഫോർ ബീങ് ദ ഡിലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരാളോട് സഹായം ചോദിക്കുന്നതും നമ്മളോട് ഒരാൾ സഹായം ചോദിച്ചാൽ നമ്മൾ മറുപടി പറയുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഒരാളോട് വഴി ചോദിക്കുന്ന വിധമാണ്. സാധാരണ രീതിയിൽ മിക്കവാറും എല്ലാവരും വന്ന് നമ്മളോട് വഴി ചോദിക്കാറുണ്ട്, നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വഴി ചോദിക്കേണ്ടതായിട്ട് വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്? നമ്മൾ പുറത്തിറങ്ങി വഴി അറിയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി ചോദിക്കേണ്ടി വരും. അതുപോലെ വഴി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വഴി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ കാര്യത്തെ ഒന്ന് തന്ത്രപരമായ രീതിയിൽ, അതുപോലെ ബുദ്ധിപരമായ രീതിയിൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കിയാലോ? ഓക്കെ, കമോൺ. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഡു യു നോ ദ വേ ടു, നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ വഴി നമ്മൾ ചോദിക്കുക. എവിടെയായിരിക്കും നമ്മൾ സാധാരണ ചോദിക്കുന്ന? പല സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ നമുക്കൊരു ട്രിവാൻഡ്രം തന്നെ അങ്ങ് വെച്ചാലോ? ട്രിവാൻഡ്രം. ഡു യു നോ ദ വേ ടു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എന്താണ്? ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന്. ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അന്നേരം കേൾക്കുന്ന അതുപോലെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഈ വഴി ചോദിക്കുന്നത് തന്നെ വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ്? ഈ ട്രിവാൻഡ്രത്തിനുള്ള വഴി ഇതാണോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണല്ലോ അർത്ഥം. ട്രിവാൻഡ്രത്തിനുള്ള വഴി ഇതാണോ എന്ന് അത് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ഇറ്റ് ദ വേ ടു ട്രിവാൻഡ്രം? ഈസ് ഇറ്റ് ദ വേ ടു ട്രിവാൻഡ്രം എന്ന് ചോദിക്കാം. എന്നേരം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞേ? ട്രിവാൻഡ്രത്തിനുള്ള വഴി ഇതാണോ? ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നതും ഈ ട്രിവാൻഡ്രത്തിനുള്ള വഴി ഇതാണോ എന്ന് ചോദിക്കുന്നതും തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിന് മറുപടി പറയുന്നത് പല രീതിയിൽ, ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് ഇതിന് മറുപടി പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളോട് ഒരാൾ വന്നിച്ച് ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരിക്കാം. അറിയില്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു മാന്യത, ആ ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് സോറി പറഞ്ഞിച്ച് പറയാണ്. ഇതിനുള്ള മീനിങ്, ഇതിന്റെ ഉത്തരവാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനുള്ള വഴി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് സോറി, ഐ ഡോണ്ട് നോ ദ പ്രോപ്പർ വേ. അന്നേരം എന്നാ പറയുന്നത്? സോറി, ഐ ഡോണ്ട് നോ ദി പ്രോപ്പർ വേ. എനിക്ക് ശരിയായ വഴി അറിയില്ല. നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ പറയുന്നതാണ് ഒരു സോറിയൊക്കെ പറഞ്ഞേച്ച് എനിക്ക് ശരിയായ വഴി അറിയില്ല എന്നും പറയാം. അതല്ല, ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തു ഇതിന്റെ പക്ഷേ ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലോ, ഈസ് ഇറ്റ് ദ വേ ടു ട്രിവാൻഡ്രം? ഈസ് ഇറ്റ് ദ വേ ടു ട്രിവാൻഡ്രം എന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്തിനുള്ള വഴി ഇതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് മറുപടി പറയാം അല്ലേ? ഇത് ഇവിടെ വരുന്ന ഈസ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആൻസർ എങ്ങനെയായിരിക്കണം? യെസ് ഓർ നോ ആയിരിക്കണം ആൻസർ പറയുന്നത്. അന്നേരം നമ്മൾ പറയുകയാണ് യെസ് യു ക്യാൻ ഗോ ത്രൂ ദിസ് വേ. യെസ് യു ക്യാൻ ഗോ ത്രൂ ദിസ് വേ. യെസ്, നിങ്ങൾക്ക് ഈ വഴിയെ പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വഴിയെ പോകുവാൻ സാധിക്കും. ഇറ്റ് മീൻസ് അതിന്റെ അർത്ഥം വേറൊരു വഴി കൂടെ നമുക്ക് അറിയാം. ഈ വഴിയെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും, പക്ഷേ വേറൊരു പോസിബിലിറ്റിയും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. അന്നേരമാണ് ഈ രീതിയിൽ പറയുന്നത് യെസ് യു ക്യാൻ ഗോ ത്രൂ ദിസ് വേ. ഇവിടെ നമ്മൾ അറിയില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറയാം. ഇത് പല രീതിയിൽ ഇതിന്റെ ആൻസർ പറയാം. വേറെ രീതി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ വഴിയെ പോകാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മറ്റൊരു മാർഗം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാണ്. ബട്ട്
പക്ഷേ ഇഫ് യു ഗോ ബാക്ക് 1 കിലോമീറ്റർ ദർ ഈസ് എ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാലോ, പക്ഷേ ഈ വഴി നിങ്ങൾക്ക് പോകാം, പക്ഷേ നിങ്ങൾ 1 കിലോമീറ്റർ പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ദർ ഈസ് എ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് ടു ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തിനൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന്. 1 കിലോമീറ്റർ പക്ഷേ നിങ്ങൾ പുറകോട്ട് സഞ്ചരിക്കണമായിരുന്നു. ഇത് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്, പുറകോട്ട് സഞ്ചരിക്കണം. പക്ഷേ ഇത് ട്രിവാൻഡ്രത്തിന് ഒരു കുറുക്കു വഴി ഉണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട് കട്ട് മീൻസ് കുറുക്കു വഴി, ഒരു കുറുക്കു വഴി ഉണ്ടെന്ന്, ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് ട്രിവാൻഡ്രത്തിന് എന്ന് പറഞ്ഞു. അന്നേരം ഇത് ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഈ 1 കിലോമീറ്റർ പുറകോട്ടെന്നുള്ളത് മുന്നോട്ടെന്നാക്കാം. അങ്ങനെയാണല്ലോ ഗോ ബാക്ക് എന്നുള്ളത് ഗോ ഫോർവേഡ് ആക്കാം. ഗോ ഫോർവേഡ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ എവിടെയാണ് വഴിയുടെ ആ രീതി അനുസരിച്ച് നമ്മൾ മാറ്റി പറയുക. അത് പറഞ്ഞ് ശീലിക്കണം. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടാണെങ്കിൽ യു ഹാവ് ടു ഗോ 1 കിലോമീറ്റർ ബാക്ക്വേഡ്, പുറകോട്ട് നിങ്ങൾ പോണം. ഹാവ് ടു നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നതിന്. അങ്ങനെ ഹാവ് ടു ചേർത്ത് നമുക്ക് പറയാം. അതുപോലെ ഇതിപ്പം നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ഈ വന്ന വഴി ശരിയാണ്, പക്ഷെ 1 കിലോമീറ്റർ നിങ്ങൾ പുറകോട്ട് പോയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് പുറകിൽ വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറുക്കു വഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ തിരിച്ച് നമുക്കൊരു തിരിച്ച് പ്രതീക്ഷയോടുകൂടി മറ്റൊരു 1 കിലോമീറ്റർ പുറകോട്ട് പോയാലും ഒരു എളുപ്പവഴിയാണോ എന്ന് ചോദിക്കുന്നയാൾ അന്വേഷിക്കും ഇല്ലേ. ഈസ് ഇറ്റ് എ ഷോർട്ട് കട്ട്? അതൊരു എളുപ്പവഴിയാണോ എന്ന് ചോദിച്ചു. 1 കിലോമീറ്റർ പുറകോട്ട് പോയാലും അതൊരു ഷോർട്ട് കട്ട്, ഒരു എളുപ്പവഴിയാണോ? ഈസ് ഇറ്റ് എ ഷോർട്ട് കട്ട്? അന്നേരം പറയാണ് യെസ്, നൗ യു ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. ഇപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് ഇടത്തേക്കൊന്ന് തിരിയാന്. അന്നേരം നമ്മൾ അതുപോലെ ഇത് നമ്മൾ പറയുന്നത്, ഇപ്പോഴീ പറയുന്നത് തന്നെ ബൈഹാർട്ട് പഠിക്കുക അല്ല ചെയ്യേണ്ടത്. നൗ യു ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്നുള്ളത്, നൗ യു ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് നേരെ പോവുക എന്ന് പറയാം, അല്ലെ വലത്തേക്ക് തിരിയാൻ പറയാം. അങ്ങനെ ഓരോ രീതിക്ക് നമ്മൾ വഴി ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന വഴി ഏത് രീതിയിലാണോ ആ രീതിക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പറയുന്നത് നേരെ പോയിട്ട് ഇടത്തേക്ക് തിരിയണം, അല്ലെ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് നേരെ പോകണം, അല്ലെ നേരെ പോയിട്ട് വലത്തേക്ക് തിരിയണം. അങ്ങനെ ഓരോ വഴിയും പറഞ്ഞു കൊടുക്കുന്ന വിധം നമ്മൾ പറയുക. അതുപോലെ നമ്മൾ ചോദിക്കുകയാണെങ്കിലും ഈസ് ഇറ്റ് ചേർത്ത് ചോദിക്കുക. ഈസ് ഇറ്റ് ദ വേ, അല്ലെങ്കിൽ ഡു യു നോ, നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഓരോന്നും ചോദിച്ച് പറയുവാൻ പഠിക്കുക. ഓക്കെ, വഴി ചോദിക്കുന്ന വിധവും വഴി പറഞ്ഞു കൊടുക്കുന്ന വിധവും എല്ലാം പഠിച്ചോ? ഇതേത് രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ് ഓർ ടേക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഓക്കെ, നമുക്കിതുപോലെയുള്ള ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിച്ച് നമുക്ക് അധികം താമസിക്കാതെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് എത്രയും വേഗം മുന്നോട്ട് പോയി വേണം നമുക്ക് പോകാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. കാരണം പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുന്ന എല്ലാ മക്കൾക്കും പുറത്തേക്ക് ആരും കേരളത്തിലോ ഇന്ത്യയിലോ നിൽക്കുവാൻ ആഗ്രഹിക്കാതെ പുറത്തേക്ക് പോകുവാൻ നിൽക്കുന്ന പലർക്കും ജർമ്മൻ ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ സമയം കിട്ടാതെ വരുന്നു എന്ന ആ ഒരു ചെറിയ പരാതി തീർത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റ് സ്റ്റഡി ഇംഗ്ലീഷ് ആസ് ഏർലി ആസ് പോസിബിൾ. സാധിക്കുന്നിടത്തോളം നേരത്തെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ ഷാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഹെൽപ്പ് യു ഫോർ ദാറ്റ്. Okay, goodbye till we meet again in the next class.